പറഞ്ഞു വന്നത്, എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഈ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ അവന്റെ ചാരത്ത് വന്ന് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും നല്ലതുപോലെ കേൾക്കുന്നുണ്ട്, പറയണമെന്ന ആഗ്രഹവുമുണ്ട്. എന്നാൽ നാവ് പൊക്കിയിട്ട് 5 വിഭാഗം ആൾക്കാർക്ക് അത് പറയാൻ കഴിയില്ലെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. 5 വിഭാഗം ആൾക്കാർ മരിക്കാൻ കിടക്കുമ്പോ അടുത്ത് ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോ കേൾക്കുന്നുണ്ട്, പറയണമെന്ന ആഗ്രഹവുമുണ്ട്. പക്ഷേ ഈ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ കൂട്ടത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 1-ാമത്തെ വിഭാഗം, തങ്ങൾ പറയുന്ന 1-ാമത്തെ വിഭാഗമാരെന്നറിയുമോ? കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പലിശ തിന്നുന്നവനും ഒന്നുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 1-ാമത്തെ വിഭാഗം നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവനുണ്ടല്ലോ, പടച്ചവനെ നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ല. കാരണം അവൻ മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, കാരണമില്ലാതെ ആരെങ്കിലും ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാൽ, കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യന് കളയാക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അവന് മുസ്ലിം തന്നെയല്ലല്ലോ, പിന്നെ എന്തിനാ അവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അവനെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന മുസ്ലിങ്ങളെ കബറടക്കുന്നത് ഇടത്ത് കബറടക്കി കഴിഞ്ഞാൽ അവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അന്നും അവനെ എല്ലാവരും തിരിച്ചറിയും. മുഅ്മിനീങ്ങളെ കബറടക്കിയ സ്ഥലത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവനൊരു പ്രത്യേകതയുമില്ല. നാളെ പരലോകത്തവൻ വരുന്നത് പന്നിയുടെ കോലത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പന്നിയുടെ കോലത്തിലാണ് അവൻ കിടന്നു വരുന്നത്. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒരു കാഴ്ച കാണുകയാണ്. പടച്ചവനെ, മലക്കുകൾ ഒരു മനുഷ്യന്റെ കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് വലിയ വലിയ പാറക്കഷ്ടമെടുത്തു കൊണ്ടുവന്ന തലയുടെ മുകളിലേക്ക് ഇടുകയാണ്. അവന്റെ തല ഇങ്ങനെ പൊട്ടിച്ചിതറുകയാണ്. താഴെ വീണ മലക്കതാ താഴെ വീണ കല്ല് രണ്ടാമതും എടുക്കുകയാ. പഴയ രൂപത്തിൽ അവന്റെ തലയാവുകയാണ്. പിന്നെ തലയുടെ മുകളിൽ ഇടുകയാണ്. റസൂലുള്ളാഹി